പ്രവാസി മലയാളി മംഗമാരോടൊപ്പമാണ് ഇത്തവണത്തെ ഓണാഘോഷം. അത്തം വെളുത്തപ്പോൾ അമ്പൽക്കുളത്തിന്റെ ചുറ്റിലും തുമ്പപൂത്തു. എൻ്റെ പേര് സിമി, ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന്. എൻ്റെ പേര് ജെസ്സി, ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. എൻ്റെ പേര് നിഷ, ഞാൻ ട്രിവാൻഡ്രം. ഞാൻ ദേവി, നാട് പത്തനംതിട്ട. ഞാൻ രേഷ്മ, തിരുവല്ല, ഹസ്ബൻഡ് കോട്ടയത്തു നിന്നാണ്. എൻ്റെ പേര് ഷഹന, തൃശ്ശൂർ. വിപിത, കണ്ണൂർ. എൻ്റെ പേര് ആര്യ ഷെറിൻ, കൊല്ലം. നിങ്ങൾ ഈ പുരുഷ കേസരികളൊന്നും കൂട്ടാതെ ഈ മലയാളി മംഗമാര് മാത്രം ഈ ഇങ്ങനെ ഒരു ഓണാഘോഷത്തിന് പിന്നിൽ എന്താണ്? മലയാളി മംഗന്മാരാണ് ഈ ഓണാഘോഷം നടത്താനായിട്ടൊരു തീരുമാനം എടുത്തത്. ഫസ്റ്റ് ആദ്യം ഞങ്ങൾ തീരുമാനിച്ചു ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താം. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു, ഹസ്ബൻഡ്സിനെ കൂടെ സമ്മതിപ്പിച്ചു. അവരും ഞങ്ങളോട് പാർട്ടാവാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ വരും. നിങ്ങൾ പ്രവാസികൾ കൂടിയാണ്, അപ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതായിരിക്കും ഈ ഓണം എന്നൊക്കെ കേൾക്കുമ്പോൾ നാട്ടിൽ ശരിക്കും നമ്മുടെ പേരൻസ് എല്ലാം നാട്ടിലാണ്. എൻ്റെ പേരൻസ് ആണെങ്കിലും എല്ലാവരുടെ പേരൻസും നമ്മുടെ ഹസ്ബൻഡ്സിൻ്റെ പേരൻസും. അപ്പോൾ ശരിക്കത് റിയലി മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെയുള്ള ഒരു ഓണം, ഒരു ഓണസദ്യ, അവരുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോവുക, ഒരു ഓണക്കോടി കൊടുക്കുക, എല്ലാം ശരിക്കും റിയലി മിസ്സിലാണ്. അതുപോലെ തന്നെ നാട്ടിൽ വള്ളംകളി ഉണ്ടാവും, ഊഞ്ഞാൽ ഒക്കെ കെട്ടിയിട്ട് ഊഞ്ഞാൽ കളിക്കാം. അതൊക്കെ നമ്മൾ ഒബ്വിയസ്ലി മിസ്സാവും. ക്ലബിൽ ഓണാഘോഷങ്ങൾ, ക്ലബിൽ പോകാം. ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും കറക്റ്റ് തിരുവോണത്തിന് ആരും ആഘോഷിക്കുന്നില്ല. എല്ലാവരും കിട്ടുന്ന പോലെ വർക്കിംഗ് ഡേയ്സിൽ മിക്കവാറും എല്ലാവരും ഓഫീസിലാണ്, അവിടെ കൂടെ ആയിരിക്കും ഓണം ആഘോഷിക്കുക. നമ്മളൊരു സാറ്റർഡേയും സൺഡേയും നമുക്ക് കിട്ടുന്ന ഒരു ഒഴിവ് അനുസരിച്ച് ഒരു ഓണസദ്യ ഉണ്ടാക്കുന്നു, കൂടുന്നു. ശരിക്കും ഒരു തിരുവോണം എന്ന് പറയുന്നത് ഇല്ല ഇവിടുത്തെ പ്രവാസികൾക്ക്. അത്തപ്പൂ 1, 2 അങ്ങനെ 8 അത് നമ്മളെ കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തിരുവോണത്തിന്റെ ഒരു പേരിന് വേണ്ടി നമ്മളൊരു അത്തപ്പൂ ഇടുന്നു, അത് കാണണം, അത് മാത്രമാണ്. പക്ഷെ പണ്ടത്തെ കാലങ്ങളിൽ അങ്ങനെയല്ല. അത്തം തുടങ്ങുന്നല്ല, ഒന്നാത്തം മുതൽ അത്തം ഇട്ട് നമ്മൾ തുടങ്ങുന്ന ഓരോ സ്റ്റെപ്പും അത് പഴയ കാര്യങ്ങൾ കുട്ടികൾക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി കുട്ടികളും അത് അറിയണില്ല. നാട്ടിലെ ഓണം അറിയുന്നില്ല, പക്ഷെ ഗൾഫിലെ ഓണമാണ് അവർ കൂടുതലും പഠിച്ചു വരണം. നിങ്ങളൊക്കെ ഈ കുട്ടിക്കാലത്തുള്ള ഈ ഓണത്തിന്റെ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ഒന്ന് അത്തപ്പൂടുന്നത്, അതിന് വേണ്ടിയിട്ട് തലേന്ന് കാളപ്പൂവും തുമ്പപ്പൂവും ഒക്കെ പറിക്കാൻ പോകുന്നത്, അതൊരു നല്ല ഓർമ്മയാണ്. 2 ക്ലബ്ബുകളിൽ ഓണാഘോഷ പരിപാടിക്ക് പങ്കെടുക്കുന്നത്. അതിൽ ഒരു പ്രാവശ്യം ഞാൻ ഓണാഘോഷ പരിപാടിക്ക് പങ്കെടുക്കുകയാണ്. അപ്പം ചലച്ചിത്രഗാന മത്സരം ഞാൻ കയറി പാടാൻ നിന്നു. പാട്ട് ആദ്യത്തെ ലൈൻ പാടി, രണ്ടാമത്തെ മറന്നുപോയി. ഈ ആദ്യത്തെ ഞാൻ പാടിക്കൊണ്ടിരുന്നു. അവസാനം ഞാൻ എല്ലാവരും നോക്കി നമസ്തേ എന്ന് പറഞ്ഞിട്ട് ഓടുന്ന അവസ്ഥയായിരുന്നു. ഞാൻ ഇന്നും അത് മറന്നിട്ടില്ല. ഇത്രയും ചളുപ്പുള്ളൊരു രംഗം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ പാട്ട് ഞാൻ 1 മാസമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കാണാതെ പഠിച്ച പാട്ടാണെന്നും കൂടെ നിങ്ങൾ ആലോചിക്കണം. തീർച്ചയായിട്ടും ആദ്യം ആ സ്റ്റേജിൽ നിന്ന് ഉരുകുന്ന രംഗമാണ് ഓർമ്മ വരുന്നത്. കാരണം അത്രയും ഓഡിയൻസ് ഇരിക്കുകയാണ്. കണ്ണൂർ എല്ലാ ജില്ലയിലുള്ള പോലെ തന്നെ കണ്ണൂരും. ഇപ്പൊ ഈ ട്രിവാൻഡ്രം ആ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ സദ്യ. അല്ല, സദ്യയുടെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ കണ്ണൂരൊക്കെ എത്തും ചിക്കനും. കണ്ണൂർ നമുക്ക് ഈ ചിക്കനൊന്നും ഇല്ലാത്ത ഓണസദ്യയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് ഈ സദ്യ അങ്ങനെ പ്രോപ്പർ സദ്യ കണ്ടിട്ടില്ല. അതെ, കണ്ണൂർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സദ്യ ഫുൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാവില്ല. ചിക്കനും മത്സ്യവും അതൊക്കെയാണ് ഉണ്ടാവുക. അവിടെ എന്താ അവസ്ഥ? ചെറുപ്പത്തിൽ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കൂടാറുണ്ട്. പിന്നെ എന്താ പറയുക, ഓരോരുത്തർ ഫുഡാക്കിയിട്ട് ഒരു സ്ഥലത്ത് കൂടും, അങ്ങനെ കഴിക്കും അമ്മമാരൊക്കെ. അമ്മ തലേ ദിവസങ്ങളിലൊക്കെ ഉപ്പേരി, കടയടയ്ക്ക, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഓണത്തിന് ഒരാഴ്ച മുമ്പേ അതിനുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും. ഇത് നമ്മളാണ് ആ ചീരയ്ക്ക അങ്ങനെ ഓരോരുത്തർ ഓരോ രീതി. അമ്മയുടെ കൈപ്പണിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. അത് നമ്മളാണ് ഉരുട്ടൽ, നമ്മുടെ ഡ്യൂട്ടിയാണ്. ഒരു മണിക്കൂറത്തേക്ക് ഒരു പണി അത് തന്നിട്ടായിരിക്കും. നമ്മൾ ഉരുട്ടിട്ട് പല പല ഷേപ്പിലൊക്കെ ആയിരിക്കും അത്. അതിനെടുക്കുക. പിന്നെ 10 ദിവസത്തെ അവധി, സ്കൂൾ അവധി. പിന്നെ അമ്മ വീട്ടിൽ പോക്ക്. നമ്മുടെ വേറെ വീട്ടിലായിരിക്കില്ല താമസം. അമ്മ വീട്ടിൽ പോവുക, അവിടെ പോയി അമ്മൂമ്മയുടെ കൂടെയും അപ്പൂപ്പൻ്റെ കൂടെയൊക്കെ ഓരോണം അവിടെ ആയിരിക്കും. ഓരോണം നമ്മുടെ വീട്ടിലായിരിക്കും. പിന്നെ അവിടുന്ന് ഒരു ഓണക്കോടി കിട്ടും, വീട്ടിൽ നിന്ന് ഒരു ഓണക്കോടി കിട്ടും, പുതിയൊരു ഡ്രസ്സ് കിട്ടുന്ന ഒരു സന്തോഷം ആ സമയത്തുണ്ട്. ആ ഏരിയയിലുള്ള കുട്ടികളെല്ലാം കൂടെ ചേർന്ന് അവിടുത്തെ ആൾക്കാരിൽ നിന്ന് തന്നെ ചെറിയൊരു ഫണ്ട് പിരിവ് പോലെ എടുത്തിട്ട് ഒരു ഓണാഘോഷം നമ്മൾ തന്നെ സംഘടിപ്പിക്കും, കുട്ടികളങ്ങനെ. എന്നിട്ട് നമ്മൾ തന്നെ പരിപാടി, അത് അമ്മമാരും അച്ഛന്മാരും ആയിരിക്കും അല്ല മെയിൻ ആൾക്കാർ പാർട്ടിസിപ്പൻറ്റ്. അവരെ കൊണ്ട് കസേര കളി, സുന്ദരിക്ക് പൊട്ടുകൊള്ളൽ, ആനയ്ക്ക് വാല് വര,
അങ്ങനെ ഒരു നല്ലൊരു രസമായിരുന്നു നാട്ടിലെ ഒരു ഓണക്കാലം. അത്തം തൊട്ട് പൂക്കളം ഇട്ട് തുടങ്ങും. എന്നിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഹോളിഡേയ്സിനാണല്ലോ. 10 ദിവസം ഹോളിഡേയ്സ് കാണും. അപ്പം എക്സാമും ഉണ്ടല്ലോ, ഇവിടുത്തെ പോലെയല്ലോ, എക്സാം കഴിഞ്ഞിട്ടാണല്ലോ സ്കൂൾ അടയ്ക്കുക. അന്ന് വൈകുന്നേരം ആകുമ്പോൾ അച്ഛൻ ഊഞ്ഞാലിടിപ്പിച്ച് തരും. പിന്നെ കളിയായി. ഞാനും പറഞ്ഞൊരു ഗ്രാമത്തില് വളർന്നതാണ്. ഏതായിരുന്നു ഗ്രാമം? ട്രിവാൻഡ്രത്ത് ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പം അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും കൂടെ ആയിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ ഓണം. അതെന്ന് പറഞ്ഞാൽ കൃഷി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്, പാടമൊക്കെ ഉണ്ട്, അതൊക്കെയുണ്ട്. അപ്പം എൻ്റെ അമ്മൂമ്മയ്ക്ക് 6 മക്കളാണ്. അപ്പം എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പോയിട്ട് ബാക്കി 5 വരെ എനിക്ക് ഡ്രസ്സ് കിട്ടും. മാമനും കുഞ്ഞമ്മയൊക്കെ വരുമ്പം ഡ്രസ്സ് കിട്ടും. അമ്മ പോയിട്ട് ബാക്കി 5 വരെ അതൊരു. പിന്നെ എക്സാം കഴിയണ് 10 ദിവസം ഒരു അവധി. പിന്നെ അത്തപ്പൂ ഇടുക. ഇന്നത്തെ അത്തം എന്ന് പറയുന്ന പൂക്കളും കാശ് കൊടുത്ത് മേടിക്കണം. അന്ന് അടുത്തുള്ള വീടുകളിൽ പോയി പറിച്ചിട്ട് അവർ കാണാണ്ട് പറിച്ചിട്ട് വരിക. പറിക്കാൻ പറ്റില്ലല്ലോ അതൊന്ന്. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ എരിപ്പന്ത് കളിക്കും, അത് കളിക്കും. പിന്നെ ഊഞ്ഞാല് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ സാധാരണ ആടിനെ പോലെയല്ല, എത്ര ഹൈറ്റിൽ പോകും അതാണ് ആ ആളുടെ. നമ്മൾ ഓരോരുത്തരങ്ങനെ ഓരോരുത്തർ ഇത്ര ഹൈറ്റ് പോയി അതിനെക്കാട്ടി കൂടുതൽ പോകാൻ വേണ്ടി ശ്രമിക്കും. പ്രത്യേകിച്ച് എനിക്കാണെങ്കിൽ ഓണത്തിന് ഞങ്ങൾ നാട്ടിലെന്നല്ല, ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ ഓണം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നവരല്ല. പിന്നെ പിള്ളേരുടെ കൂടെ പോയി കളിക്കുകയും അതൊക്കെ മാത്രമേ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുള്ളൂ. പ്രവാസ ലോകത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കിട്ടിയപ്പോഴാണ് ഞാൻ അവരുടെ കൂട്ടത്തിൽ ഓണത്തെക്കുറിച്ച് അറിഞ്ഞല്ല, ഓണത്തെ അറിയാം, സെലിബ്രേറ്റ് ചെയ്യാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന സദ്യ, പിന്നെ വരുന്നത് നമ്മുടെ അത്തം അങ്ങനത്തെ എല്ലാ സാധാരണ എല്ലാവരും ആഘോഷിക്കുന്ന പോലെ തന്നെ പുതിയ ഉടുപ്പ്, പിന്നെ സ്കൂൾ വെക്കേഷൻ ടൈം ആയിരിക്കും. പിന്നെ അതിൽ കൂടെ പ്രത്യേകിച്ച് ഓർമ്മ വരുന്ന ഞങ്ങളുടെ ഒരു ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ അത്തം 1 മുതൽ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ നാടകം കഴിയുന്നത് വരെ അതാണ് ഞങ്ങളുടെ ഓണം ഫിനിഷ് ആവുന്ന ഒരു ടൈം. ഞാൻ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, ഇല്ല. കാരണം ഞങ്ങളുടെ ഓണം സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവും. ഓട്ട മത്സരം തൊട്ട് കലമടി, കൊടമടി, ചാക്കടി, അതിലെല്ലാം അങ്ങനത്തെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് അവസാനം നാടകം കഴിഞ്ഞ് ബെല്ലടിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഓണം കഴിയുന്നത് ഞങ്ങളുടെ നാട്ടിൽ. ഈ നാട്ടിലുള്ളവർക്ക് ഇവിടുത്തെ ഒരു ഓണാഘോഷം, പ്രവാസ ലോകത്തെ ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ഇമാജിനേഷൻ പോലും ഉണ്ടാവില്ല. അപ്പം എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഇവിടുത്തെ ഓണം കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പം റെഡിമെയ്ഡ് ഓണസദ്യ ചിലവെടുത്ത് മേടിക്കുന്നുണ്ട് ഹോട്ടലിൽ നിന്ന്. ഇവിടെയല്ല, ചില ആൾക്കാർ കൂടണ കാര്യമാണ് പറയണം ഓണങ്ങൾക്കൂടെ. ചിലത് ഫ്രണ്ട്സുകൾ ഒരു ഐറ്റം ഉണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെ എല്ലാവരും കൂടി ഒരു സദ്യ ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഓണമാണ്. അതായത് ഇപ്പോൾ ഓഗസ്റ്റിൽ ഓണം സ്റ്റാർട്ട്, സെപ്റ്റംബർ ഓണമാണ്, പിന്നെ അടുത്ത ക്രിസ്മസ് വന്ന ഓണം വരെ ഒരു ഓണം എന്ന് പറയുന്നത് ഈ ഒരു ഓണം മുതൽ ഓണത്തിന്റെ ഒരു 2 ആഴ്ച ഒരു മാസം മുന്നേ മുതൽ അടുത്ത ക്രിസ്മസ് അതുവരെ ഉണ്ടാവും. ഈ പറഞ്ഞാലും നാട്ടിലുള്ളവരെക്കാൾ ഓണം കഴിക്കുന്നത് പ്രവാസികളാണ് കൂടുതലായിട്ടും ഓണത്തെ ഇത് കാണുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒത്തിരി ഫ്രണ്ട്സുകളെ കിട്ടുന്നുണ്ട്. നാട്ടിൽ തന്നെ കുടുംബക്കാരാണ് കൂടുതലും നമ്മൾ ഓണം കൂടണത്. ഇവിടെ ഫ്രണ്ട്സുകളെ കൂടണത്. ഇന്ന് ഒരു ഫ്രണ്ടിൻ്റെ ആണെങ്കിൽ വേറെ പിന്നെ ഹസ്ബൻഡ് ഫ്രണ്ട്സിൻ്റെ വീട്ടിലായിരിക്കാം. ഇവിടെ ഓണത്തിന് ജാതിമതം ഇല്ലാതെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ആ സ്പെഷ്യാലിറ്റിയാണ്. നാട്ടിൽ അങ്ങനെയായിട്ടില്ല. കാരണം നാട്ടിൽ ഓണം ഹിന്ദുക്കൾ, ക്രിസ്മസ് ക്രിസ്ത്യൻസ്, പിന്നെ ഈദ് മുസ്ലിംസ്, അവർ അങ്ങനെ ഒരു കാറ്റഗറി എന്തായാലും നാട്ടിലുണ്ട് എല്ലായിടത്തും. പക്ഷേ പ്രവാസ ലോകത്തിൽ അങ്ങനെ ഒരു ഇല്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി മാത്രമല്ല, കൺട്രീസിന്റെ ബൗണ്ടറി ഇല്ല. ഇവിടെ ഒത്തിരി അസോസിയേഷൻസ് ഉണ്ട്. അപ്പം എല്ലാ സൺഡേയിലും ഓണാഘോഷമായിരിക്കും. ഓണം തുടങ്ങുന്ന 2 ആഴ്ച തൊട്ട് എല്ലാ സൺഡേയിലും ഓണാഘോഷമുണ്ട്.
ആർക്കും അങ്ങനെ ഡാൻസിലോ ഇപ്പം അങ്ങനെയുള്ള ഒരു കഴിവുള്ള ആൾക്കാരല്ല. പക്ഷെ ആർക്കും കഴിയില്ല. ആർക്കും ഇല്ലായിരുന്നു. അങ്ങനെ അടച്ച ഉണ്ടായിരുന്നു പക്ഷെ ആരും പുറത്തെടുക്കാൻ പറ്റിയില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്കിപ്പോ ഓരോരുത്തർ ഇങ്ങനെ ഡാൻസ് പാട്ട് കാര്യങ്ങളാകുമ്പോഴത്തേക്ക് നമ്മളെ ഉള്ളിൽ കിടന്ന കലകളെല്ലാം ഇപ്പൊ പുറത്തു വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനല്ലേ ചെണ്ട ഫ്യൂഷൻ നമ്മൾ ഡാൻസ് കളിച്ചത് എല്ലാം കൂടെ. പക്ഷെ നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ ഈ ഒരു ഏജില് നാട്ടിൽ കിടന്ന് തുള്ളാൻ പറ്റുമോ. നമുക്കൊരു ക്ലബിൽ കിടന്ന് തുള്ളാൻ പറ്റും. പക്ഷെ ഞങ്ങള് നല്ല അസലായിട്ട് ഡാൻസ് കളിച്ചു. കൂവണമെങ്കിൽ കൂവി, ഡാൻസ് കളിക്കും, ഡാൻസ് കളിച്ച് എല്ലാം ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് നാട്ടിലെ അപേക്ഷിച്ചിട്ട് ഇവിടെ അപേക്ഷിച്ചിട്ട് ഏതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ മറ്റു കാര്യങ്ങൾ? ഫ്രീഡം കൂടുതൽ. നാട്ടില് നമുക്ക് ഒരു പരിധിയുണ്ട്. അതായത് നമ്മളെ നാട്ടില് സന്ധ്യ കഴിഞ്ഞാൽ പുറത്തു പോകത്തില്ല, അതിനൊന്നുമുള്ള. പക്ഷെ ദുബായിൽ അങ്ങനെയല്ല. നമുക്ക് എല്ലാവിധ ഫ്രീഡം, എത്ര രാത്രി വേണമെങ്കിലും നമുക്ക് തന്നെ പോയിട്ടൊക്കെ വരാം. അത് സത്യം പറഞ്ഞാൽ ഈ ദുബായിൽ വലിയൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം. അതായത് അവർ സ്ത്രീകൾക്ക് നല്ലൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾ പോയിട്ടേ ഉള്ളൂ, ബാക്കി പുരുഷന്മാർക്ക് പോലും ഒരു നാട്ടിലെ പച്ചപ്പ് മാത്രം നമ്മൾ മിസ് ചെയ്യുന്നതേ ഉള്ളൂ. ഗൾഫ് തന്നെയാണ്. നിങ്ങൾ ടീമായിട്ട് കൂടുമ്പോൾ നിങ്ങൾക്ക് പൊതുവെ എല്ലാ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയായിരിക്കും സംസാര വിഷയങ്ങൾ? പ്രത്യേകിച്ചും നമ്മളുടെ എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, സംസാരം ഇത് കാണും, അങ്ങനെ അതിനെക്കുറിച്ച് ചോദിക്കും. പിന്നെ നമ്മൾ ബിസിനസ്സിനെ കുറിച്ച്, നമ്മൾ ഇത്രയും പേര് ചേർന്ന് ഒരു ബിസിനസ് നടത്തിയായിരുന്നു. ഈ അക്കരക്കര, അതേ പറഞ്ഞു, അക്കരക്കര മൂവിയില് ദാസനും വിജയന്റെയും കാര്യം അറിയാലോ, പശുവിനെ മേടിച്ചിട്ട് വന്നിട്ട്. അതേപോലെയാണ് നമ്മളുടെ കാര്യം. ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങും, അംബാനി വരെ എത്തും, പക്ഷെ വീണ്ടും ബിസിനസ് പോകും. അല്ല, അംബാനി വരെ എത്തുമ്പോഴത്തേക്ക് രാത്രി 12:30-1 മണിയാവും. അവിടെ നിർത്തിയിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും തുടങ്ങും. നിങ്ങൾ എല്ലാ കാര്യത്തിലും ടീം വർക്ക് തന്നെയാണോ? അതെ, ഇതേ ഇതാണ്. പക്ഷെ നമ്മൾ ഇത് ഒരു ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നെ വോളിബോൾ ഇത് പഠിക്കാൻ പോയ അവരിതാണ്. ആരെയും ഞാനും നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഓരോരുത്തരും ദേവി, അതെ, പഠിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല, ഇവിടെ ഷിജുബായി എന്ന് പറഞ്ഞ ഫ്ലാറ്റ്, അതായത് വിവിധയുടെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ് കോച്ചായിരുന്നു. പുള്ളിക്കാരെ വേറെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യം ആണുങ്ങൾക്ക് ഇങ്ങനെ വോളിബോൾ പഠിപ്പിച്ചു. പിന്നെ നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് ലേഡീസ്, അപ്പൊ നമുക്കൊരു ഇൻസ്പിറേഷൻ കയറിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടി പോയി ചോദിച്ചു, വോളിബോൾ പറ്റുമോന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു അതിനെന്താ പഠിപ്പിക്കാമല്ലോ. പക്ഷെ ആദ്യം പോയപ്പോൾ നല്ല ഈസി അല്ലെന്ന് മനസ്സിലായി, വോളിബോൾ അത്ര ഇതല്ല. അങ്ങനെ അവിടെ വെച്ച് നമുക്ക് പിന്നെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് നമ്മളിങ്ങനെ പ്രാക്ടീസിന് പോയപ്പം കണ്ടുമുട്ടിയാണ് വരില്ല. ടീമായിട്ട് ഇതുവരെ ദൂര ട്രിപ്പുകളൊന്നും പോയിട്ടില്ല. പ്ലാൻ ചെയ്യാറുണ്ട്. പ്ലാനിങ് മാത്രം നടക്കാറുണ്ട്. അതെ, ആരാണ് മെയിൻ പ്ലാനർ? ഒരാളുണ്ടാവില്ല, ഒരു ടീം മാനേജർ പോലെ ഇങ്ങനെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നു, മുടങ്ങുന്നു, പ്ലാൻ ചെയ്യുന്ന ഞാനാണ്, മുടങ്ങുന്ന ഇവരല്ലേ. ഞാൻ പോകുന്നിട്ട് അല്ല, ഇതില് വേറൊരു കാര്യം എന്ന് പറഞ്ഞപ്പോ നമ്മൾ എത്രയും ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും ഒരു വയ്യായ്മ വന്നാൽ പോലും പണ്ട് നമ്മൾ ഒന്ന് സഹായിക്കാനോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒരാൾക്കും ഒരു വയ്യായ്മ വരുമ്പോ ഇത്രയും വീട്ടിൽ നിന്ന് ഫുഡ് എത്തും. അതിലൊരാളാണ് ഞാൻ. ഇടയ്ക്ക് ഇതേപോലെ വോളിബോൾ കളിച്ചിട്ട് കാലൊടിഞ്ഞു. ഞാൻ 1 മാസത്തോളം റെസ്റ്റ് ആയിരുന്നു. അന്ന് എനിക്ക് ഫുഡ് എത്തിച്ചിരുന്ന എല്ലാ ഡെയിലി വരായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടെ കാണാം. അതെ അതെ, പല നാട്ടിലെ ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. പല നാട്ടിലെ. അതെ അതെ അതെ. ആരാണ് കൂട്ടത്തിൽ ഏറ്റവും നല്ല ഷെഫ് എന്ന് നിങ്ങൾക്ക് തോന്നിയത്? സമ്മതിക്കില്ല ആരും, എന്നാലും അങ്ങനല്ല, ഓരോരുത്തരുടെയും സ്പെഷ്യാലിറ്റി ഓരോ ഐറ്റംസ് ആണ്. ഇപ്പം വേറൊരു ഐറ്റം ഉണ്ടാക്കിയാൽ അവർ അത്രയും നന്നാവത്തില്ല. പക്ഷെ അവരുടേതൊരു ഐറ്റംസിൽ ഈ വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ ഡിഷസ് ട്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ ആർക്കാ കൂടുതൽ താല്പര്യം? ജെസിക്ക, ഞാൻ തന്നെയാണ്. കൂടുതൽ കാര്യങ്ങൾ നിഷയ്ക്ക് സ്പെഷ്യൽ പായസമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അവള് പായസ സ്പെഷ്യലിസ്റ്റ് ആണ്. തീർച്ചയായിട്ടും അതെ. പൊതുവെ UAE പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കൾച്ചർ കുറച്ച് കൂടുതലാണ് നാട്ടിലെ കമ്പാരിറ്റീവ്ലി. നാട്ടിൽ അപേക്ഷിച്ചിട്ടുണ്ട്.
അപ്പം ഇവിടെ എങ്ങനെയാ നിങ്ങളൊക്കെ ഇൻ ദ സെൻസ് ഞങ്ങൾ പുറത്തു പോകാറുണ്ട്, ഫുഡ് കഴിക്കാറുണ്ട്. അല്ല അതുണ്ട്, പക്ഷെ ഈ പുതിയ പുതിയ റെസ്റ്റോറന്റുകൾ തപ്പി അവിടെ പോയി അങ്ങനെ ഒരു പാഷനായിട്ട് കൊണ്ടുവരുന്നത് പുതിയ റെസ്റ്റോറൻ്റ് ഒക്കെ തപ്പി പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവരെ കൂടെ റിവ്യൂ ഒന്ന് പറയും, ഇന്ന റെസ്റ്റോറന്റ് നല്ലതാണ്, നമുക്ക് പുറത്ത് പോയി കഴിക്കാം. പക്ഷെ എന്റെ വീട്ടില് അങ്ങനെയല്ല. എന്റെ ഹസ്ബൻഡിന്റെ മോളെ പോയി പുറത്തുള്ള ഫുഡ് കഴിച്ചിട്ടൊന്ന് എന്നെയും കൊണ്ടുപോകും. ടേസ്റ്റ് ചെയ്തിട്ട് അതേ ഫുഡ് ഞാൻ വീട്ടിൽ വന്ന് ചെയ്യണം. അതുകൊണ്ട് മിക്കവാറും ഞാൻ പുറത്ത് പോയി പലരും കഴിക്കാറില്ല. പായ വിരിച്ച് പായയിലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓണാശംസകൾ. എന്തായാലും ഓണം ഗംഭീരാവട്ടെ. എല്ലാ പ്രവാസി മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.